അല്ല, എനിക്ക് അതിനു മുൻപ് പറയാനുള്ളത് ചാണ്ടി ഉമ്മനോടാണ്. ഞാൻ പേര് വിളിച്ച് സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം. ഒരുപാട് സാറിന് വിളിക്കണം ഒരുപാട് ഇളതാന്നറിയാം. അപ്പൊ എന്നാന്ന് വെച്ചാൽ അതിനകത്തൊരു ഉമ്മൻ ചാണ്ടി ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ ഒരു കോട്ടയംകാരനാണ്, ഞാനത് ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ്. പണ്ട് മുതൽ ഞാൻ മുട്ടമ്പലത്തായിരുന്നു, നമ്മുടെ കളക്ടറിന്റെ ഫ്രണ്ടില് മുട്ടമ്പലം പോലീസ് ക്വാർട്ടേഴ്സിൽ എൻ്റെ ചാച്ചൻ പോലീസുകാരനായതുകൊണ്ട് അവിടെ ആയിരുന്നു. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കുട്ടിക്കാലം മുതലേ. ഒന്ന് പുണ്യാളച്ചൻ, അവിടുത്തെ പുതുപ്പള്ളി പള്ളി, പിന്നെ ഉമ്മൻചാണ്ടി സാറാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ വെട്ടുപന്ത് കളി എന്ന് പറഞ്ഞൊരു, അതിപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നാടൻ പന്ത് കളി. എൻ്റെ ചാച്ചനൊക്കെ അതിനകത്ത് പോലീസ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്, ഞാൻ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ്. കാര്യം അദ്ദേഹം ആ പുതുപ്പള്ളി നമ്മൾ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും മാറ്റമുണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഒരാളോടുള്ള പെരുമാറ്റത്തിലും മാറ്റമുണ്ടായിട്ടില്ല. അപ്പം അങ്ങനൊരു ഒരാളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പം അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാതയിൽ കുറച്ചെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ താങ്കൾ ഒരു വലിയ, ഇപ്പൊ തന്നെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നേതാവാകട്ടെ താങ്കൾ എന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഷാജോൺ, അതുപോലെ തന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഓണം 2 വർഷമായി നമുക്ക് ഉമ്മൻചാണ്ടി സാർ നഷ്ടപ്പെട്ടിട്ട്. അതെ, ആ തിരുവോണത്തിന്റെ അന്ന് ഞാൻ ചാണ്ടിയുമ്മന്റെ കൂടെ ആയിരുന്നു വീട്ടിൽ. കാരണം അവിടെ പോകണമെന്ന് എനിക്ക് തോന്നി. തിരുവോണത്തിന്റെ അന്ന് ഞാൻ അവിടെ കല്ലറയ്ക്ക് പോയപ്പോൾ ചെന്നപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി. കാരണം ഇപ്പോഴും അവിടെ ആൾക്കാർ വന്നിട്ട് തിരികെത്തിക്കുകയും പൂക്കൾ വെക്കുകയൊക്കെ ചെയ്യുക. സത്യം പറഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ ആൻഡോ ചേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഷാജോനെ ഫ്രീ ആകുമ്പോൾ അതുവഴി ഒന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു, ചാണ്ടിയുമ്മനെ ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇത് ആരും അറിയാതെ ഞാൻ ഒരു തവണ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പം ഞാൻ പുതുപ്പള്ളി പോയി ഉമ്മൻചാണ്ടി സാറിന്റെ കുഴിമാടത്തിന് അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടാണ് പോയത്. കാര്യം സഖാവിന്റെ ശബ്ദം കൂടി ഒന്ന് ചെയ്യണം. ഏതാണ്? കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ. അതല്ല നമ്മൾ ഇത്രയും പറഞ്ഞ സീരിയസ് ആണ്. ഞാൻ ഇപ്പം നാരായണ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവിന്റെ ശബ്ദം ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തുള്ളത് പോലത്തെ റിഹേഴ്സലും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും ഒരു ഫോൺ കോളിൽ ഒരു പരിപാടി നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊന്ന് രണ്ട് ഡയലോഗ്. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നത്? സാറേ, ഞാൻ ഇപ്പം ഇവിടെ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നമ്മുടെ സ്ഥലത്ത്. സാറേ, നമ്മുടെ ആരാ വിളിക്കുന്നത്? എന്റെ പേര് രാധാകൃഷ്ണൻ. കണ്ണൂരിൽ നിന്ന് രാധാകൃഷ്ണനാണ് വിളിക്കുന്നത്. സാറേ, എന്താ രാധാകൃഷ്ണൻ? സാറേ, മറ്റൊന്നുമല്ല, നമ്മുടെ ഈ സ്കൂളിലെ പിള്ളേര് കുറവാ. അപ്പൊ ഡിവിഷൻ ഫോളൊക്കെ ഒരുപാട് ഉണ്ടാവും. പിള്ളേരെ ഒന്ന് കൂട്ടാനായിട്ട് ഇപ്പൊ എന്താണ് ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രാധാകൃഷ്ണ, അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ടാ? ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവിടെ ടീച്ചർമാരും ഹെഡ് മിസ്ട്രസും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടും. അപ്പൊ പിന്നെ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടാ. അവിടെ കുട്ടികൾ കുറവാന്ന് പറയുന്നു. രാധാകൃഷ്ണൻ ബന്ധപ്പെടാന്ന് പറഞ്ഞു. നായനാർ സാറിനെ പോലെ തന്നെ വളരെ രസകരമായിട്ട് മറുപടി പറയുന്ന ഒരാളാണ് PC സാറും. അപ്പൊ നായനാർ സഖാവിന്റെ ഈ കാര്യങ്ങൾ, അതായത് ഈ ഫോണിൻ പ്രോഗ്രാം കണ്ടിട്ടില്ലേ, പണ്ട് സ്ഥിരമായിട്ടൊരു ചാനലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അന്ന് മറുപടി ഇതൊക്കെ സോൾവ് ചെയ്യുന്നത് എല്ലാം വളരെ സെറ്റയറായിട്ടാണ്, കോമഡി ആയിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. എന്നാൽ പല കാര്യങ്ങളും അത് അതിലൂടെ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? EK നയനാര് ഞാൻ പറഞ്ഞാല് അദ്ദേഹത്തെ എനിക്ക് വളരെ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ജീവൻ രക്ഷപ്പെട്ടത് ഞങ്ങളുടെ നാട്ടിൽ വന്ന പൂഞ്ഞാറ്റിൽ വന്ന് അദ്ദേഹം ഒളിച്ചിരുന്നത്. നാത്തനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് അവിടെ ഉണ്ടാക്കിയപ്പോൾ IHRDയുടെ ആ വലിയ മലയാണ് നയനാർ ഒളിച്ചിരുന്ന സ്ഥലത്താണ് ഈ എഞ്ചിനീയറിംഗ് ഉണ്ടാക്കിയത്. ആ ഇട്ടിരിക്കുന്ന പേര് നയനാർ ഹിൽസ് എന്നാണ്. മനസ്സിലായി? അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. ഇതുപോലെ തമാശ രൂപത്തിൽ കാര്യങ്ങൾ കാണുകയും എന്നാൽ വളരെ സീരിയസ് ആയി പ്രശ്നങ്ങൾ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് നയനാർ. അദ്ദേഹം തീരെ തമാശക്കാരനാണെന്നൊക്കെ ഓർക്കും. തെറ്റാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഈരാറ്റുപേട്ടയിലൊരു ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹമാണ് വന്നത്. ഞാൻ അധ്യക്ഷൻ എന്ന നിലയിൽ MLA ഏറ്റ് ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഈശ്വര പ്രാർത്ഥന എല്ലാവരും ഏറ്റ് നിന്നപ്പം തൊട്ടടുത്തൊരു മുസ്ലിം ദേവാലയം അവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രാർത്ഥനക്കാരൻ വന്നാൽ കുഴപ്പം. ബാങ്ക് വിളി ഞങ്ങളുടെ ഈരാറ്റുപേട്ടയുടെ ഒരു സംസ്കാരത്തിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്, എഴുന്നേറ്റ് നിൽക്കുക, ഞങ്ങളൊരു സംസ്കാരമുണ്ട്. മിണ്ടാറില്ല. എന്ത് ചെയ്യും? EK നായനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് ചെയ്യുമേ? ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് നിൽക്കുമല്ലോ ബാങ്ക് വിളി.
ബഹുമാനപ്പെട്ട EK നയനാർ ആ 2 മിനിറ്റ് നേരം അവിടെ തന്നെ നിന്ന് മിണ്ടാതെ ബാങ്ക് വിളി തീർന്നു, അദ്ദേഹം ഇരിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ എൻ്റെ തോളൊരു തട്ടും കൂടെ എങ്ങനെ ഇരിക്കുന്നു അതിലൊക്കെ രസം. ഇത്ര മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹവും. ഞാൻ സത്യം പറയട്ടെ, നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു. സഖാവ് EK നയനാർ ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അതുപോലെ K കരുണാകരൻ ആരായിരുന്നു അദ്ദേഹം? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സംശയം, കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ആർക്ക് എതിർക്കാൻ പറ്റും? എനിക്ക് വ്യക്തിപരമായ അടുപ്പമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുപോലെ നമ്മുടെ AK ആന്റണി, എല്ലാവരും പറയും മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളുകലെന്ന്. കാരണം ശരിയാകട്ടെ ഒരു കണക്കിന്, എന്താ വെച്ചാൽ ഒരു കാര്യം ആരെയും നടക്കുകയില്ല. പക്ഷേ കള്ളനല്ലായിരുന്നു, അത് നിശ്ചയിക്കാൻ പറ്റുകയില്ല. AK ആന്റണി കള്ളനല്ലായിരുന്നു എന്ന് ഏറ്റവും വലിയ സംഭവമാണ്. അതുപോലെയാണ് നമ്മുടെ PS അച്യുതാനന്ദൻ, നമ്മുടെ ഉമ്മൻചാണ്ടി, അതുപോലെ നേതാക്കന്മാരെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോട് കാണാം എന്ന എൻ്റെ അഭിപ്രായം. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അമ്മയുടെ പ്രസിഡന്റ് ആകുന്ന ആൾ ഇവിടെ ഇരിക്കുക. ഇവിടുത്തെ ആളുകളെ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു. ഈ അടുത്ത കാലത്ത് അതും കൂടെ പറയാൻ ആഗ്രഹിക്കും. ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം ഒരു കലാകാരന്റെ മരണമാണ്. ആരുടെയാ? നവാസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇരിക്കണം. എനിക്കൊരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനലുകാരോട്. ദൈവം തമ്പുരാനെ ഓർത്ത് നവാസിന്റെ ഭാഗങ്ങൾ ഇനി നിങ്ങൾ കാണിക്കരുത്. എൻ്റെ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പല പ്രാവശ്യം ഞാനും എൻ്റെ ഭാര്യയും പൊട്ടിക്കരഞ്ഞു. നവാസ് അത് അഭിനയിക്കുന്നതാണ്. അപ്പോൾ അത് ദൈവത്തെ ഓർത്ത് ഇനി അത് കാണിക്കരുതെന്നാണ് ചാനലുകാരോട് എൻ്റെ അപേക്ഷ. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലല്ലേ അത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലാഭമാണ്. അതുപോലെ കലാഭവൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കലാഭവൻ ആരുണ്ടാക്കിയതാ? ആവേലച്ചൻ. ഞാൻ എറണാകുളത്ത് തേവരക്കുളയിലാണ് പഠിച്ചത്. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആബേലച്ചൻ്റെ ആസ്ഥാനത്ത് പോകാതിരുന്ന ഒരു വർഷവും ഇല്ല. അത്രമാത്രം വ്യക്തിത്വം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. ആ കലാഭവനിൽ നിന്ന് കടന്നു വന്നവരാണ് ഈ കലാകാരന്മാർ. നമ്മളെ ഈ മിമിക്രി എന്ന് പറയുന്നതിൻ്റെ ആരംഭം തന്നെ കലാഭവനം നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയേറെ ബഹുമാനമുണ്ട് ആബേലച്ചനോടും. ആ ഫാമിലി നിങ്ങളെല്ലാവരും തന്നെ അവിടുന്ന് വന്നവരാണ് എന്ന് കാണുന്ന സന്തോഷമുണ്ട്. ഏതായാലും ഇവിടെ വരുവാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും കഴിഞ്ഞ സന്തോഷമുണ്ട്.